Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. വെങ്ങര റെയിൽവേ മേൽപ്പാലം പ്രവൃത്തിയുടെ തടസ്സങ്ങൾ നീങ്ങി. റെയിൽവേ ട്രാക്കിന് മുകളിൽ നടത്തേണ്ട പ്രവൃത്തിയുടെ അലൈൻമെന്റിന് മദ്രാസ് IITയുടെ അംഗീകാരം ലഭിച്ചതായി എം വിജിൻ MLA അറിയിച്ചു. റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതിന് 21 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. 290.16 മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന പാലത്തിന് 10.06 മീറ്റർ വീതിയും 22.32 മീറ്റർ വലുപ്പത്തിൽ 13 സ്പാനുകളും നടപ്പാതയും പാലത്തിലേക്ക് പടവുകളും നിർമ്മിക്കുന്ന പ്രവൃത്തികൾ ഉൾപ്പെടെ പൂർത്തീകരിച്ചെങ്കിലും ദേശീയതലത്തിൽ റെയിൽവേ മേൽപ്പാലങ്ങളിൽ റെയിൽവേയുടെ മുകൾ ഭാഗത്ത് വരുന്ന ഡിസൈൻ സ്ട്രക്ചറിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ ട്രാക്കിന് മുകളിൽ വരുന്ന അലൈൻമെന്റിന് റെയിൽവേയുടെ അംഗീകാരം ലഭിക്കേണ്ടതുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പുതിയ ഡിസൈൻ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് മുഖേന തയ്യാറാക്കി മദ്രാസ് IITയുടെ അംഗീകാരത്തിനായി നൽകുകയും ചെയ്തു. ഇതിനാണ് മദ്രാസ് IITയുടെ അംഗീകാരം ലഭിച്ചത്. പ്രസ്തുത പ്രവൃത്തി റെയിൽവേയുടെ മേൽനോട്ടത്തിലാണ് നടത്തേണ്ടത്. 1 മാസത്തിനകം ചെന്നൈ റെയിൽവേ ഡിവിഷന്റെ അനുമതി ലഭിച്ചാലുടൻ ടെൻഡർ നടപടി ആരംഭിക്കുമെന്നും ടെൻഡർ നടപടി വേഗത്തിൽ പൂർത്തീകരിച്ച് പ്രവൃത്തി ആരംഭിക്കാൻ സാധിക്കുമെന്നും എം വിജിൻ MLA അറിയിച്ചു. വെങ്ങര ROBയുടെ പ്രവൃത്തി നമുക്കറിയാം, കുറച്ചു കാലമായി അതിൻ്റെ ഒരു അനിശ്ചിതത്വം തുടരുകയാണ്. വെങ്ങര ROBയുടെ റെയിൽവേയുടെ പോർഷനാണ് ഇനി നിർവഹിക്കേണ്ടത്. ഇപ്പോൾ റെയിൽവേ ആണ് അതിൻ്റെ ഡിസൈൻ നൽകേണ്ടത്, മേൽനോട്ടം നിർവഹിക്കേണ്ടത്. എന്നാൽ റെയിൽവേയുടെ ഡിസൈൻ നമുക്ക് നൽകുന്നതിൽ രാജ്യത്തുണ്ടായ റെയിൽവേ ഡിസൈൻ ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് 9 മാസത്തോളം നമുക്ക് വൈകി. അതിനുശേഷമാണ് റെയിൽവേ ഡിസൈൻ നടപടികൾ ആരംഭിച്ചത്. മദ്രാസ് IIT ആയിരുന്നു ഞങ്ങൾക്ക് അപ്രൂവ് തരേണ്ടത്. അത് മദ്രാസ് IITയുടെ ഫയലിൽ ചേർന്നിട്ട് കുറച്ച് മാസങ്ങളായി നിരന്തരമായി സമ്മർദ്ദങ്ങൾ ചെലുത്തി ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ നമുക്ക് മദ്രാസ് IITയുടെ ഡിസൈൻ അപ്രൂവൽ കിട്ടി. നമുക്കതിൻ്റെ ഒരു മേജറായ തടസ്സം പരിഹരിക്കപ്പെട്ടു. ഇനി ചെന്നൈ ഡിവിഷൻ, റെയിൽവേയുടെ ഡിവിഷൻ നമുക്കതിൻ്റെ അനുമതി തരണം. 1 മാസം കൊണ്ട് നമുക്ക് ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ടെൻഡറിലേക്ക് കടക്കാൻ വേണ്ടി പറ്റും. വളരെ വേഗതയിൽ തന്നെ നമുക്ക് വെങ്ങര ROBയുടെ നിലവിലെ പ്രശ്നം പരിഹരിച്ച് അതിൻ്റെ പ്രവൃത്തിയിലേക്ക് കടക്കാൻ വേണ്ടി പറ്റും. നിരന്തരമായ ഇടപെടൽ റെയിൽവേയുമായിട്ട് ഇപ്പോൾ നടത്തുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പ എന്നത് മദ്രാസ് IIT ഡിസൈൻ അപ്രൂവൽ ചെയ്ത് തരാനിലാണ്. അത് ഇന്നലത്തോടുകൂടി ലഭിച്ചു എന്നത് വളരെ ആശ്വാസകരമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ നഗരസഭ അംഗൻവാടി പ്രവേശനോത്സവം കണിയേരി നോർത്ത് അംഗൻവാടിയിൽ നടന്നു. പയ്യന്നൂർ നഗരസഭ ചെയർപേഴ്സൺ സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. അമ്മച്ചിറകിന്റെ തണലിൽ നിന്നും അറിവിന്റെ ലോകത്തേക്കുള്ള ആദ്യ ചുവടുവയ്ക്കുകയാണ് ഇവിടെ ഇന്ന് ഓരോ കുരുന്നുകളും. കണിയേരിയിലെ അംഗൻവാടി പ്രവേശനോത്സവത്തിന്റെ കാഴ്ചകളിൽ നിന്നും പയ്യന്നൂർ നഗരസഭയിലെ മുനിസിപ്പൽ തല അംഗൻവാടി പ്രവേശനോത്സവം കണിയേരി നോർത്ത് അംഗൻവാടിയിൽ നടന്നു. പുതുതായി പ്രവേശനം നേടിയ കുഞ്ഞുങ്ങൾക്ക് സ്നേഹപൂർവ്വമായ സ്വീകരണമൊരുക്കി വിവിധ കലാപരിപാടികളും ചടങ്ങുകളും നടന്നു. പരിപാടി പയ്യന്നൂർ നഗരസഭ ചെയർപേഴ്സൺ സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ ഒ സുമതി സ്വാഗതം ആശംസിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീമ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ മായ ജ്യോതി മുഖ്യാതിഥിയായി പങ്കെടുത്തു. അഡ്വക്കേറ്റ് പ്രേമാനന്ദ് ആശംസകൾ നേർന്ന് സംസാരിച്ചു. അംഗൻവാടി ടീച്ചർ പ്രീത നന്ദി രേഖപ്പെടുത്തി. നിലവിൽ 15 കുട്ടികൾ പഠിക്കുന്ന അംഗൻവാടിയിലേക്ക് ഈ അധ്യയന വർഷത്തിൽ 8 കുട്ടികൾ കൂടി പുതുതായി പ്രവേശനം നേടിയതോടെ കുട്ടികളുടെ എണ്ണം 23ആയി.
പ്രവേശനോത്സവം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ സന്തോഷവും ആവേശവും പകർന്ന ചടങ്ങായി മാറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പതിമൂന്ന് കുട്ടികളാണ് ഇന്ന് ഈ അംഗൻവാടിയിൽ പ്രവേശനം നേടിയത്. ലഡു വിതരണം ചെയ്തും പായസം വിതരണം ചെയ്തും കുട്ടികളെ ജീവനക്കാർ സ്വീകരിച്ചു. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. അംഗൻവാടി പ്രവേശനോത്സവം കുരുന്നുകൾക്ക് സമ്മാനങ്ങളുമായി നെറ്റ്വർക്ക് ചാനൽ. താവം വടക്ക് അംഗൻവാടിയിൽ നടന്ന പ്രവേശനോത്സവത്തിൽ പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനൽ MD VV മനോജ് കുമാർ വിശിഷ്ടാതിഥിയായി. കുരുന്നുകൾക്കും രക്ഷിതാക്കൾക്കും മധുരമാർന്ന അനുഭവമായി. ആദ്യമായി അംഗൻവാടിയുടെ പടിവാതിൽ കടന്നെത്തിയ കുട്ടികളെ അധ്യാപകരും നാട്ടുകാരും വിവിധ സംഘടനകളുടെ പ്രതിനിധികളും ചേർന്ന് ഹൃദ്യമായി സ്വീകരിച്ചു. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി കളർ പെൻസിൽ, സ്കൂൾ ബാഗ്, കുട, വാട്ടർ ബോട്ടിൽ എന്നിവ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങൾ കുട്ടികൾക്ക് വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ചാനലിന്റെ നേതൃത്വത്തിൽ MD VV മനോജ് കുമാർ കുട്ടികൾക്കുള്ള ഉപഹാരങ്ങൾ കൈമാറി. സാധിച്ചതിൽ സന്തോഷമുണ്ട്. അതിൽ കുട്ടികളോട് കൂടുതൽ നമ്മളെ പ്രസംഗത്തിന് പ്രാധാന്യമില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രവേശനോത്സവത്തിന് പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. കുട്ടികൾക്ക് പ്രോത്സാഹനമേകുന്ന തരത്തിൽ ബാലസംഘം, വിവിധ സാംസ്കാരിക സംഘടനകൾ, വ്യക്തികൾ എന്നിവരും സമ്മാനങ്ങൾ കൈമാറി. പഞ്ചായത്ത് അംഗം VP അബ്ദുൽ സലാം, അംഗൻവാടി വർക്കർ ബീനയെ, PB സജീവൻ, സിമിൽ ജോയ്, അനിത K, PV മോഹനൻ, സുധാകരൻ ഗ്രാമവേദി, അനിതകുമാരി PV, ഷൈമ K എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കുരുന്നുകളുടെ ചിരിയും നിറപ്പകിട്ടാർന്ന സമ്മാനങ്ങളും കൊണ്ട് പ്രവേശനോത്സവം ശ്രദ്ധേയമായി. പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള കുട്ടികളുടെ ആദ്യ ചുവടുകൾക്ക് സന്തോഷത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും നിറം പകർന്ന ചടങ്ങായി ഇത് മാറി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. KSU 69ാം സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി KSU പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പതാക ഉയർത്തലും സജിത്ലാൽ രക്തസാക്ഷി സ്തൂപത്തിൽ പുഷ്പാർച്ചനയും നടത്തി. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. KSU പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ KSU 69ാം സ്ഥാപക ദിനത്തിൽ പതാക ഉയർത്തലും സജിത്ലാൽ രക്തസാക്ഷി സ്തൂപത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് മധുരവിതരണവും സംഘടിപ്പിച്ചു. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഫിലിപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. KSU സംസ്ഥാന നിർവാഹക സമിതി അംഗം ആകാശ് ഭാസ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷനോജ് ചെനലത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് അർജുൻ കോറോം, ജില്ലാ ജനറൽ സെക്രട്ടറി വൈഷ്ണവ് TT, ജില്ലാ സെക്രട്ടറി നവനീത് ഷാജി, സുജിഷ്ണ സുജിത്ത്, അഭിനവ് VK, ബ്ലെസിൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പെരുമ്പ ചുമട്ട് തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ CITU സ്ഥാപക ദിനം ആചരിച്ചു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ പതാക ഉയർത്തി അഭിവാദ്യ പ്രസംഗം നടത്തി. CITU സ്ഥാപക ദിനത്തിൽ ചുമട്ടുതൊഴിലാളി യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ പെരുമ്പയിൽ പതാക ഉയർത്തി. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ പതാക ഉയർത്തി അഭിവാദ്യ പ്രസംഗം നടത്തി. തൊഴിലുടമകൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനമെടുത്തിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്. പല സംസ്ഥാനങ്ങളും ഈ നിയമം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞ സംസ്ഥാനത്തിനകത്ത് നോയിഡ എന്ന് പറഞ്ഞൊരു വ്യവസായ കേന്ദ്രമുണ്ട്. ആ കേന്ദ്രത്തിൽ പണിയെടുക്കുന്ന 45,000-ഓളം വരുന്ന തൊഴിലാളികളുടെ ജോലി സമയം 12 മണിക്കൂറായി വർദ്ധിപ്പിക്കുകയും അവർക്കാണെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ഒരു നയാ പൈസയുടെ പോലും കൂലി വർധനവ് ലഭിക്കുകയും ചെയ്തിട്ടില്ല. N. അജയൻ സ്വാഗതം പറഞ്ഞു. P. വിനോദ് അധ്യക്ഷത വഹിച്ചു.
ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU ജില്ലാ കമ്മിറ്റി അംഗം M. അശോകൻ, K. രമേശൻ, V. ബാലകൃഷ്ണൻ, M. അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാതമംഗലം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ കിടത്തി ചികിത്സ ആരംഭിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് വ്യാപാര വ്യവസായ ഏകോപന സമിതി മാതമംഗലം യൂണിറ്റ് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാതമംഗലം യൂണിറ്റ് സമ്മേളനം വ്യാപാര ഭവനിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനവും ആശ്രയ പദ്ധതി ചികിത്സാ സഹായ വിതരണവും നിർവഹിച്ചു. ഇപ്പോൾ 18ലും 19ലും നമ്മുടെ സംസ്ഥാനത്തും ഈ പ്രദേശത്തുമുണ്ടായ വ്യാപകമായ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും 2020 ലോകമെമ്പാടും പടർന്നു പിടിച്ച മഹാമാരി കോവിഡ് ഒരൊറ്റ ജനത, ഒരു രാജ്യം, ഒരു നികുതി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് മൂല്യവർദ്ധിത നികുതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് GST സമ്പ്രദായം നടപ്പിൽ വരുത്തിയത് വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ വ്യാപാരം ചെയ്യുന്നവരെല്ലാം വീട്ടിൽ അടങ്ങിയിരിക്കണം, പുറത്തിറങ്ങരുത്. ചടങ്ങിൽ വെച്ച് കവിതാരചനയിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയ ലക്ഷ്മണൻ പ്രിയംവദ, APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി നെറ്റ്ബോൾ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച അനൂപ് രമേശൻ എന്നിവരെ അനുമോദിച്ചു. TP മഹമ്മൂദ് ഹാജി അധ്യക്ഷത വഹിച്ചു. രമേശൻ ഹരിത, PK അബ്ദുൽ ഖാദർ മൗലവി, MB തിലകൻ, K. ബാബുരാജ്, KK സൈദാലി, TV മാധവൻ, M. ജനാർദ്ദനൻ, VK കുഞ്ഞപ്പൻ എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറിയായി രമേശൻ ഹരിതയെയും പ്രസിഡന്റായി TP മഹമ്മൂദ് ഹാജിയെയും ട്രഷററായി PK അബ്ദുൽ ഖാദർ മൗലവിയെയും തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേരള വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പിന് പയ്യന്നൂരിൽ തുടക്കമായി. V. കുഞ്ഞികൃഷ്ണൻ MLA മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ ചെസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സംസ്ഥാനതല വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പ് 2 ദിവസങ്ങളിലായി പയ്യന്നൂർ സ്കന്ദ റെസിഡൻസിയിൽ നടക്കുന്നു. പയ്യന്നൂർ MLA V. കുഞ്ഞികൃഷ്ണൻ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ചെസ്സിലേക്കും ചെസ് മത്സരങ്ങളിലേക്കുമെല്ലാം കടന്നു വന്നിട്ടുള്ളത്. ആ നിലയിൽ പ്രാചീനകാലം മുതൽ തന്നെ നടന്നു വരുന്ന ഒരു കളിയാണ് ഈ ചെസ്സിൻ്റെ പഴയ രൂപം ചതുരംഗം. ആ നിലയിൽ അത് വികസിപ്പിച്ച് പുതിയ രീതിയിൽ ലോകത്തെമ്പാടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മത്സരങ്ങൾ നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്നായി 100-ലധികം പേർ പങ്കെടുക്കുന്ന ടൂർണമെന്റിന്റെ ഭാഗമായി 9 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്കായുള്ള ഓപ്പൺ സംസ്ഥാന മത്സരങ്ങൾ ഇന്ന് നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മഴ പെയ്തതോടെ കൃഷിയിറക്കാൻ വയലുകൾ ഒരുക്കുന്ന തിരക്കിലാണ് കർഷകർ. മിക്ക പാടശേഖരങ്ങളിലും വയലുകൾ ഉഴുത് വിത്ത് വിതച്ചു കഴിഞ്ഞു. മഴ ഇടയ്ക്കിടെ പെയ്യാൻ തുടങ്ങിയതോടെ വയലുകൾ ഉണരാൻ തുടങ്ങിയിരിക്കുന്നു. മിക്ക പാടശേഖരങ്ങളിലും വയലുകൾ ഉഴുത് വിത്ത് വിതച്ചു. വേനൽ മഴ കൃത്യമായി കിട്ടിയതിനാൽ പല സ്ഥലങ്ങളിലും വിത്തിട്ടു കഴിഞ്ഞു. വേനൽ മഴ ലഭിക്കുന്നതോടെയാണ് സാധാരണ വിത്തിടുന്നത്. ഇടവപ്പാതി തുടങ്ങിയാൽ ഉടൻ തന്നെ പറിച്ചു നടുകയും ചെയ്യും. തിരുവാതിര ഞാറ്റുവേല തുടങ്ങുമ്പോഴേക്കും ചെടി മണ്ണിൽ ഉറച്ചിരിക്കും. ശാസ്ത്രീയ കൃഷിരീതിയും പുതിയ നെൽവിത്തുകളും ഉപയോഗിക്കുന്നതിനാൽ കാലാവസ്ഥ ചതിച്ചില്ലെങ്കിൽ തരക്കേടില്ലാത്ത വിളവ് ലഭിക്കും. വയലിലായാലും മണ്ണില്ല, കിഴങ്ങനായാലും റബ്ബറിനായാലും നല്ലൊരു കാലാവസ്ഥയാണ്. നേരെ പക്ഷേ കഴിഞ്ഞ കൊല്ലം നമ്മൾക്ക് ഞാറ് ഇടാൻ വേണ്ടി 3 പ്രാവശ്യം ഞാറിടേണ്ട അവസ്ഥയായിട്ടുണ്ടായി മഴയുടെ ശല്യം കൊണ്ട്. ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ വേനൽ മഴ പരമാവധി നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇനി വെള്ളത്തിന് പ്രതീക്ഷിച്ച് നിൽക്കുന്നതുകൊണ്ട് നമ്മൾക്കൊരു നല്ലൊരു മഴ വേണം. വയലിൽ വെള്ളം കയറിയാൽ നമുക്കിത് പറിച്ചു നടാനില്ല എല്ലാം റെഡിയായി നിൽക്കുകയാണ് ഞാറ്. യന്ത്രമെത്താത്ത വയലുകളിൽ കൃഷി വലിയ നഷ്ടത്തിലേക്കാണ് എത്തുക. ഇനി മഴ പെയ്തു തുടങ്ങിയാൽ പാടങ്ങളിൽ കർഷകരുടെ ജോലി തിരക്കായിരിക്കും. അതിനായുള്ള കാത്തിരിപ്പിലാണ് കർഷകർ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
കരുവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് തല അംഗൻവാടി പ്രവേശനോത്സവം പെരളം അംഗൻവാടിയിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രമേശൻ ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ പെരളം പഞ്ചായത്ത് തല അംഗൻവാടി പ്രവേശനോത്സവം പെരളം കിഴക്ക് അംഗൻവാടിയിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് പി രമേശൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികളെ അവരുടെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് സ്കൂളിനകത്തേക്ക് പോകുന്നതിന് മുമ്പേ അവർക്ക് കളിക്കാനും ചിരിക്കാനും പഠിക്കാനും ഈ പറയുന്ന സമയനിഷ്ഠ ഉൾപ്പെടെയുള്ള ഒരു സമൂഹത്തിനകത്ത് എങ്ങനെ പെരുമാറണം എന്നതിന്റെ എല്ലാം ഒരു ചിട്ട രൂപപ്പെടുത്തുന്നതിൽ അംഗനവാടികൾക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളത് കാണണം. നിങ്ങളിത് കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ അംഗനവാടികളുടെ പ്രാധാന്യം അത്രയ്ക്ക് മനസ്സിലാകില്ല. നിങ്ങൾ കേരളത്തിന് അപ്പുറത്തേക്ക് പോയാൽ നമ്മുടെ എല്ലാം കുട്ടികൾ എങ്ങനെയാണ് അവിടുത്തെ രക്ഷിതാക്കൾ അവരെ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതുപോലുള്ള അംഗനവാടികൾ സൗകര്യമില്ല. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ആർ കെ സുധാമണി അധ്യക്ഷയായി. സി ബാലകൃഷ്ണൻ, ICDS സൂപ്പർവൈസർ പി കെ സുജാത, അംഗൻവാടി വർക്കർ ധന്യ, ഹെൽപ്പർ അനിത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. സാമൂഹിക പരിഷ്കർത്താവും സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകനുമായ ഏഴോത്തെ EMM വാസുദേവൻ നമ്പൂതിരി നവതിയുടെ നിറവിൽ. വാസുദേവൻ നമ്പൂതിരിയെ ഏഴോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു. KPCC അംഗം MP ഉണ്ണികൃഷ്ണൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ജാതീയതയ്ക്കെതിരെ സ്വന്തം ജീവിതം കൊണ്ട് നിശബ്ദമായി പോരാടിയ സാമൂഹിക പ്രവർത്തകൻ കൂടിയാണ് വാസുദേവൻ നമ്പൂതിരി. ഏഴോം പഞ്ചായത്തിനായി 22 സെന്റ് സ്ഥലം സൗജന്യമായി വിട്ടുകൊടുത്ത പ്രസംഗത്തെക്കാളേറെ പ്രവൃത്തിയിലൂടെ മാതൃക കാണിച്ച വാസുദേവൻ നമ്പൂതിരി ഏഴോത്തിന്റെ സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ്. 1936 മെയ് മാസം 19-ന് ഏഴോം ഗ്രാമത്തിൽ മൂത്തേടത്ത് മല്ലിശ്ശേരിയിലത്തായിരുന്നു ജനനം. രാജാസ് ഹൈസ്കൂളിൽ നിന്ന് 6th ഫോറവും കാലടി ശ്രീശങ്കര കോളേജിൽ നിന്ന് ഇന്റർമീഡിയറ്റും പാസ്സായി. കാലടി അദ്വൈതാനന്ദാശ്രമത്തിലെ ആഗമാനന്ദ സ്വാമികളുമായി അടുത്ത ബന്ധം പുലർത്തി. 1957 മുതൽ ഏഴോത്തും മാടായിയിലും കോൺഗ്രസ് പ്രവർത്തനത്തിൽ സജീവമായി. അന്നത്തെ മാടായി മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി, പ്രസിഡന്റ് സ്ഥാനങ്ങൾ വഹിച്ചു. മാടായി അസംബ്ലി നിയോജക മണ്ഡലം കമ്മിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും DCC എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും അംഗമായിരുന്നു. പ്രമുഖ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം ദീർഘകാലത്തെ പ്രവർത്തന പരിചയമുണ്ട്. ഹ്രസ്വകാലം അധ്യാപകനായി ജോലി ചെയ്തു. ഏഴോത്ത് നടന്ന ചടങ്ങ് KPCC മെമ്പർ MP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വികാരപരം എന്ന് പറയുമ്പോൾ 90 വയസ്സായ നമ്മുടെ മുൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ വാസുദേവൻ നമ്പൂതിരിപ്പാടിനെ നമ്മളിന്ന് ജന്മദിനാശംസ നേരുകയാണ്. ഹ്രസ്വമായ ഒരു ചടങ്ങാണെങ്കിലും വളരെ വലിയ ഒരു ചടങ്ങായി നമ്മളെല്ലാം ഇതിനെ കാണുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏഴോം ഗ്രാമപഞ്ചായത്തും ഒരു വാസുദേവൻ നമ്പൂതിരിപ്പാട് മാത്രമല്ല അന്നുണ്ടായിരുന്നു. ഒരുപാട് ഇതുപോലുള്ള ആളുകൾ, പക്ഷേ പലരും നമ്മെ വിട്ടു പിരിഞ്ഞപ്പോൾ നമുക്ക് ആശ്വാസമേകുവാനും നമുക്കൊന്ന് കാണുവാനും ദൈവം നിലനിർത്തിയ ഒരു ദേഹമാണ് നമ്മുടെ പ്രിയങ്കരനായ ഗുരുബൂധന് തുല്യനായ ശ്രീ വാസുദേവൻ നമ്പൂതിരിപ്പാട് എന്ന് നമുക്ക് പ്രത്യേകം കാണാൻ വേണ്ടി സാധിക്കും. AK ജയശീലൻ അധ്യക്ഷത വഹിച്ചു. N രഘുനാഥൻ, പ്രൊഫസർ MB ലക്ഷ്മണൻ, MB മുഹമ്മദ് കുഞ്ഞ്, ശ്രീരാമൻ കൊയ്യോൻ, T ലീല, EM മധു എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പുതിയങ്ങാടി തീരദേശ മേഖലയിലെ 150 നിർധന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി പുതിയങ്ങാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മാതൃകയായി. മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന KP നൂറുദ്ദീന്റെ 10ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി നടന്ന പഠനോപകരണ വിതരണം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നൌഷാദ് വാഴവളപ്പിൽ നിർവഹിച്ചു. പുതിയങ്ങാടി തീരദേശ മേഖലയിലെ നിർധനരായ കുട്ടികൾക്ക് പഠനത്തിന് സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ പുതിയങ്ങാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി KP നൂറുദ്ദീന്റെ സ്മരണയ്ക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പ്രദേശത്തെ 150ഓളം കുട്ടികൾക്കാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്തത്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇവരുടെ നേതൃത്വത്തിൽ പുസ്തക വിതരണം നടത്തിവരുന്നുണ്ട്. അനുസ്മരണ സമ്മേളനം DCC ജനറൽ സെക്രട്ടറി നൌഷാദ് വാഴവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. വലിയ മാറ്റമൊന്നും ഇപ്പോഴും പുത്തൂർ ആ പ്രദേശത്തൊന്നും വന്നിട്ടില്ല. നമുക്കറിയാം, ഒരു കുഗ്രാമമാണ്. വലിയ വികസനമൊന്നുമില്ലാത്തൊരു കുഗ്രാമത്തിൽ ജനിച്ച് അവിടെയുള്ള കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ ആദ്യം വാർഡ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി, പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെയും മണ്ഡലം കമ്മിറ്റിയുടെ ഭാരവാഹിയായി, പയ്യന്നൂരിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹിയായി, പിന്നീട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹിയായി,
കേരളത്തിലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയുന്ന കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ കമ്മിറ്റിയിലെ ട്രഷററായി നമ്മുടെ മുന്നിലേക്ക് കടന്നു ശ്രീ നൂറുദ്ദീൻ സാഹിബ്. നമുക്കൊക്കെ വലിയൊരു ആവേശമാണ് അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ. നമുക്കൊക്കെ വലിയ അഭിമാനമാണ് നൂറുദ്ദീൻ സാഹിബിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ സ്വയം ഓർക്കുന്നതും മറ്റൊരാളോടും പറയുന്നതും. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജോയ് ചൂട്ടാട് അധ്യക്ഷത വഹിച്ചു. മാടായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സുധീർ വെങ്ങര അനുസ്മരണ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സജി നാരായണൻ, ശ്രീജിത്ത് പൊങ്ങാടൻ, പഞ്ചായത്ത് അംഗം റീന സുരേഷ്, TJ തിമോത്തി, ജിജേഷ് ചൂട്ടാട് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ചെറുതാഴം പഞ്ചായത്ത് തല അംഗനവാടി പ്രവേശനോത്സവം പുറച്ചേരി അംഗനവാടിയിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് തല അങ്കണവാടി പ്രവേശനോത്സവം പുറച്ചേരി അങ്കണവാടിയിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വിദ്യാഭ്യാസ രീതി തന്നെയാണ് അംഗനവാടികളിൽ ഭാവിയിൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും നിലവിൽ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് ഭാവിയിൽ മാറി വരാനുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പൊതുവിദ്യാലയങ്ങളടക്കം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി പൊതുവിദ്യാലയങ്ങളിൽ പ്രൈമറി സ്കൂൾ എന്ന നിലയിൽ UKG LKG ഒക്കെ വന്നതുകൊണ്ട് തന്നെ 6 വയസ്സ് വരെ ആരും കുട്ടികളെ അംഗനവാടിയിൽ നിർത്തുന്നില്ല എന്നുള്ള സാഹചര്യമില്ല. ചെറിയൊരു പ്രായമായി കുട്ടി അത്യാവശ്യം എഴുതാനും വായിക്കാനും തുടങ്ങി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ LKGയിലേക്ക് മാറ്റുന്നു. ആ നിലയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കുട്ടികളുടെ നല്ല ഭാവിയെക്കുറിച്ചാണ്. ആ നിലയിൽ ഭാവി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഭാവിക്ക് പ്രചോദനമാകുന്ന നിലയിലുള്ള ഒരു ഇടപെടൽ ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് അംഗനവാടിക്ക് പറ്റുന്ന മാക്സിമം സഹായം കൊടുക്കും എന്ന് തന്നെയാണ് നമുക്ക് പറയുന്നത്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K ഭാനുമതി അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് P പ്രഭാവതി, M രവീന്ദ്രൻ, KC തമ്പാൻ മാസ്റ്റർ, ICDS സൂപ്പർവൈസർ ഫാത്തിമത്ത് സുഹറ, അങ്കണവാടി ടീച്ചർ ശോഭ MK തുടങ്ങിയവർ സംസാരിച്ചു. DYFI മഹിളാ സംഘടനകൾ സ്നേഹോപഹാരം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ INTUCയുടെ ആഭിമുഖ്യത്തിൽ വി കുഞ്ഞികൃഷ്ണൻ MLAക്ക് സ്വീകരണവും യാത്രയപ്പും സംഘടിപ്പിച്ചു. വി കുഞ്ഞികൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ INTUCയുടെ ആഭിമുഖ്യത്തിൽ വി കുഞ്ഞികൃഷ്ണൻ MLAക്ക് സ്വീകരണവും യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. വി കുഞ്ഞികൃഷ്ണൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നഷ്ടം സഹിച്ചുകൊണ്ട് നടത്തേണ്ടുന്ന റൂട്ടുകളുണ്ടാകാം. അതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. കാരണം സമൂഹത്തിന് ജനങ്ങൾക്ക് പരമാവധി സേവനം നൽകുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാത്രികാലങ്ങളിൽ യാത്രാ സൗകര്യം മുൻകാലങ്ങളിൽ KSRTC അല്ലാതെ മറ്റാരും നൽകിയിരുന്നില്ല എന്നത് കേരളത്തിൻ്റെ അനുഭവമാണ്. KN രാജേഷ് അധ്യക്ഷത വഹിച്ചു. ബിജു ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. VKP ഇസ്മായിൽ, DK ഗോപിനാഥ്, K ജയരാജ്, CK വിനോദ് കുമാർ, KV മോഹനൻ, സജിത് ലാൽ, ഷിജോ തോമസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ യൂണിയൻ അംഗങ്ങളുടെ മക്കളെ അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കാങ്കോൽ സൗത്ത് അംഗൻവാടി പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കാങ്കോൽ വായനശാല ഗ്രന്ഥാലയവും ഗ്രാമം ക്ലബ്ബും 25 കസേരകൾ കൈമാറി. പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു KG ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ സൗത്ത് അംഗൻവാടിയിൽ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കാങ്കോൽ വായനശാല ഗ്രന്ഥാലയത്തിന്റെയും കാങ്കോൽ ഗ്രാമം ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ 25 കസേരകൾ കുട്ടികൾക്കായി നൽകി. പയ്യന്നൂർ ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദുമോൾ KG ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളിപ്പോൾ പദ്ധതി വെക്കുമ്പോൾ ഫെബ്രുവരി മാസമാണ് ഇതിന്റെ പദ്ധതി വെക്കുക. ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴത്തേനും വെക്കുമ്പോൾ അടുത്ത വർഷം നമുക്ക് എന്തെല്ലാം ചെലവ് പെട്ടെന്ന് വരുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അങ്ങനെ പെട്ടെന്ന് വരുന്ന ചെലവുകളെല്ലാം മീറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ALMS ആണ്. അപ്പോൾ ALMS ഇങ്ങനെ നല്ലൊരു കൂട്ടായ്മ ടീച്ചറിനും ഈ പ്രദേശത്തെ നാട്ടുകാരുടെ എല്ലാം ഒരു നല്ല ശ്രമം കൊണ്ടാണ് അങ്ങനെ നമ്മുടെ കുട്ടികളെ
വനിതാ ശിശു വികസന വകുപ്പ് ഡിവൈഎഫ്ഐ വക സ്നേഹോപഹാരവും ചടങ്ങിൽ വെച്ച് കൈമാറി. വാർഡ് മെമ്പർ സൗമ്യ PV അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി UV സുഭാഷ്, അംഗനവാടി സപ്പോർട്ടിംഗ് കമ്മിറ്റി അംഗം KV പവിത്രൻ, ഗ്രാമം ക്ലബ്ബ് സെക്രട്ടറി മനു VV, ഡിവൈഎഫ്ഐ വില്ലേജ് സെക്രട്ടറി ജയേഷ് TP, P ചന്ദ്രൻ, അംഗനവാടി വർക്കർ പങ്കജവല്ലി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കടന്നപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാരൻ ഗോവിന്ദൻ PVക്ക് യാത്രയയപ്പ് നൽകി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AP അനീഷ് ഉപഹാര സമർപ്പണം നടത്തി. 23 വർഷത്തെ സേവനത്തിന് ശേഷം കടന്നപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാരൻ ഗോവിന്ദൻ PVക്ക് യാത്രയയപ്പ് നൽകി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AP അനീഷ് ഉപഹാര സമർപ്പണം നടത്തി. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, സാധാരണ നമ്മൾ ഈ ഒരു 30-ാം തീയതി എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഏകദേശം മെയ് മാസത്തിൽ നമുക്ക് കുറേ റിട്ടയർമെൻറ്റുകൾ വരാറുള്ളതാണ്. അതേപോലെ തന്നെ നമുക്കും നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഇന്നത്തെ ഒരു റിട്ടയർമെൻറ്റ്, പിന്നെ ചടങ്ങുകൾ വേഗം തീർക്കേണ്ടതുകൊണ്ട് OPയുടെ തിരക്കുള്ളതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സ്പീഡാക്കിയിട്ട് കാര്യങ്ങളിലേക്ക് കടന്നത്. പിന്നെ ഇന്നത്തെ ചടങ്ങ് പറയുകയാണെങ്കിൽ ഇന്നത്തെ വിശിഷ്ട വ്യക്തി എന്തായാലും ഗോവിന്ദേട്ടൻ തന്നെയാണ്. എല്ലാ രീതിയിലും ഇപ്പോൾ നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി പറഞ്ഞ പോലെ തന്നെ ഒരു സ്ഥാപനത്തിൻ്റെ തുടക്കം അവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ഒരു വൃത്തിയിൽ നിന്നാണ് നമ്മൾ മുന്നോട്ട് ഓരോരോ ഘട്ടത്തിലേക്ക് പോകുമ്പോഴും ആ ഒരു ശുചിത്വത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അത് സ്റ്റാഫ് സെക്രട്ടറി സൈറ T മുഹമ്മദ്, സന്തോഷ് PV, ശ്രീജേഷ് ശ്രീവിജയ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുഞ്ഞിമംഗലം മൂശാരിക്കോവൽ അംഗൻവാടി പ്രവേശനോത്സവം നടന്നു. വാർഡ് മെമ്പർ സുജിത സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം മൂശാരിക്കോവൽ അംഗൻവാടിയുടെ പ്രവേശനോത്സവം നടന്നു. വാർഡ് മെമ്പർ സുജിത സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ P കരുണാകരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഭക്ഷണം കഴിക്കണമെങ്കിലും അവർക്ക് ഫോൺ വേണം. അവർ ശീലം അമ്മമാരെ ഒന്ന് ഒഴിവാക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പ്രവേശനോത്സവം ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. രജനി C, PV ശ്യാമള, ഗീത KP തുടങ്ങിയവർ സംസാരിച്ചു. ICDS സൂപ്പർവൈസർ നീതു VP പദ്ധതി വിശദീകരണം നടത്തി. ചടങ്ങിനോടനുബന്ധിച്ച് സാരഥി പുരുഷ സംഘം, കർമ്മ പുരുഷ സംഘം എന്നിവർ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സാമൂഹ്യ ജീവകാരുണ്യ വിദ്യാഭ്യാസ മേഖലകളിൽ നിസ്വാർത്ഥ സേവനം നടത്തിവരുന്ന ഷാർജ KMCCയും തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം MSF കമ്മിറ്റിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന അറിവുത്സവത്തിന്റെ മണ്ഡലം തല ഉദ്ഘാടനം ജൂൺ 1 നടക്കും. പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ 200-ൽ പരം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യും. 2017 ഷാർജ KMCC തുടക്കം കുറിച്ച പദ്ധതി തുടർച്ചയായി 6 വർഷം മണ്ഡലത്തിലെ വിദ്യാർത്ഥികളെ ചേർത്തു നിർത്തലുകളുടെ നാളുകളായിരുന്നു. 2022 മലയോര മേഖലയിൽ 150ഓളം വരുന്ന കുടുംബങ്ങൾക്ക് 20 ലക്ഷം രൂപയോളം വരുന്ന കുടിവെള്ള പദ്ധതിയുടെ തുടക്കം കുറിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 3 വർഷങ്ങളിൽ MSF മണ്ഡലം കമ്മിറ്റിയും വിവിധ KMCC കമ്മിറ്റികളുമായി സഹകരിച്ചാണ് പഠനോപകരണ പദ്ധതി നടപ്പിലാക്കിയത്. 2023 അബുദാബി KMCCയും 2024 കുവൈറ്റ് KMCCയും 2025 ദുബായ് KMCCയും മണ്ഡലത്തിലെ 55 ശാഖകളിൽ 110 അങ്കണവാടികളിലായി 2000-ൽ പരം കുരുന്നുകളെ ചേർത്തുപിടിച്ചു. MSF തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയും ഷാർജ KMCC മണ്ഡലം കമ്മിറ്റിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന 10ാമത് അറിവുത്സവത്തിന്റെ മണ്ഡലം തല ഉദ്ഘാടനം ജൂൺ 1 രാവിലെ 10 മണിക്ക് പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ഷാർജ KMCC മണ്ഡലം പ്രസിഡന്റ് TK അസീസ്, വൈസ് പ്രസിഡന്റുമാരായ ഹസൻ വടക്കുംപാട്, TP മുത്തലിബ്, ജോയിന്റ് സെക്രട്ടറി AGC അബ്ദുള്ള, MSF ജില്ലാ സെക്രട്ടറി AV ഷാനിദ്, മണ്ഡലം പ്രസിഡന്റ് ഉസ്മാൻ പോത്താങ്കണ്ടം, ട്രഷറർ KC അർഷാദ് എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ റോട്ടറി ക്ലബ്ബും സാംപിയാജിയോയും സംയുക്തമായി നിർധനരും തൊഴിൽ രഹിതരുമായ 10 യുവതി യുവാക്കൾക്ക് ഓട്ടോറിക്ഷകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ജൂൺ 6 മുൻപായി 7736 717333 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.